ദേശീയവാദവുമായി ബന്ധപ്പെട്ട് ഇന്നാട്ടിലെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടുള്ള വലിയ ഒരു ജനകീയ മുന്നേറ്റ സമരമായിരുന്നു. ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു അടിപ്പാത അത്യന്താപേക്ഷിതമാണ്. കാരണം ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖല 5-8 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ആകട്ടെ, കൂലിത്തൊഴിലാളികൾ ആകട്ടെ, കച്ചവടക്കാരാകട്ടെ, വ്യത്യസ്ത മേഖലകളിൽ പണിയെടുക്കുന്നവർ ആകട്ടെ, അവർക്കെല്ലാം തന്നെ ഒരു സഞ്ചാര യോഗ്യമല്ലാത്ത വഴി തടയുന്ന ഒരു പ്രവണതയിലേക്കാണ് ദേശീയപാതയുടെ പണി മുന്നോട്ട് പോകുന്നത്. ഇത് ഒരിക്കലും ഒരു കാലത്തും ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതിനേക്കാൾ ഉപരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മ്യൂസിയത്തിന്റെ പേരും പറഞ്ഞ് പട്ടണം മേഖലയിൽ സൈറ്റ് മ്യൂസിയം അടക്കം ഏതാണ്ട് 100-ൽ താഴെ ഏക്കറോളം സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. വ്യത്യസ്ത പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ പട്ടണത്തെ തന്നെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്കുള്ള ദേശീയവാദ റോഡിന്റെ പ്രവർത്തനമാണ് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിലാണ് പട്ടണത്തെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന അടിപ്പാത പോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഈ പ്രവണതക്കെതിരെ അധികാരികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള നിവേദനങ്ങളും അവർക്ക് അപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ട് പോലും അത് അവഗണിക്കുന്ന രീതിയിലുള്ള മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിവിടെ കൂടിയ ജനം ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ജനങ്ങളെ കൊണ്ട് ഈ ജാഥ അല്ലെങ്കിൽ ഈ സമരം വളരെ കൃത്യതയോടെ ഇത് ഈ NH പാസ് ചെയ്ത് കടന്നിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വ്യവസായങ്ങൾ, അതുപോലെ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, വൻകിട കച്ചവട സ്ഥാപനങ്ങളാണ് പലതും. ട്രെയിലർ അടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകേണ്ട വഴികളും ആണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇവിടെയുള്ള ഈ ഒരു സംവിധാനത്തെ ഇതേ അവസ്ഥയിൽ ഇവിടുത്തെ ജനങ്ങളുടെ അധ്വാനമാണ് ഇതെല്ലാം ഈ കാണുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കാരണം 80-90 കാലഘട്ടങ്ങളിൽ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ കണ്ടിരുന്ന ഒരു പട്ടണമല്ല ഞാനിന്ന് കാണുന്നത്. അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി മുന്നോട്ട് പോയി. ഈ നിൽക്കുന്നത് തന്നെ അതിവേഗ പാതയാണ്. അതിവേഗ പാത കാരണം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ മുന്നേറ്റം ഇവിടെയുള്ള ജനങ്ങൾക്ക് തടസ്സമാകരുത് എന്ന് മാത്രം അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് രാജ്യത്തിന്റെയും മുന്നേറ്റത്തിന് നാം പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മുടെ രാജ്യത്ത്